നോമ്പൊക്കെ അല്ലേ അപ്പോൾ കുറച്ച് ഫ്രൈഡ് റൈസ് എടുത്താലോ? നേരെ പരിപാടിക്ക് അങ്ങോട്ട് കിടക്കുക. ചിക്കൻ എടുക്കുക, ചെറിയ കഷ്ണങ്ങളാക്കുക. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മൈദപ്പൊടി, കുറച്ച് കോൺഫ്ലോറും സോയാ സോസും മുട്ടയിട്ട് കണ്ട് അങ്ങോട്ട് ഇതാക്കുക. ഇത് കാണുമ്പോൾ ഒരു വിയേർഡ് ലുക്ക് ആണെങ്കിലും ഇതൊക്കെ മിക്സ് ചെയ്യുമ്പോൾ അങ്ങോട്ട് മാറും. അങ്ങനെ ഇതൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് ചോറ് തിളപ്പിക്കാം. ഇതാണ് വെജിറ്റബിൾസ്. ഇത് ഫ്രോസൺ ആണ്. അപ്പം വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടേക്കുക. പിന്നെ ചിക്കൻ പൊരിക്കുക, ഇഞ്ചി വെളുത്തുള്ളി കുനുകുന അരിയുക, മുട്ട എടുക്കുക, പൊട്ടിക്കുക. ഞങ്ങൾ അഞ്ചാളുണ്ടായതുകൊണ്ട് 5 മുട്ട. പിന്നെ മുട്ട ഒന്ന് ആഡംബരമാക്കാൻ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ഇട്ടുകൊണ്ട് അതൊന്ന് നല്ലോണം വേവിക്കുക. ചോറൊക്കെ ആവശ്യമായി പൊരിച്ച കോഴി റെഡി, ചോറ് റെഡി, മുട്ട റെഡി. നമുക്കിനി ഫ്രൈഡ് റൈസ് ആക്കി എടുക്കണ്ടേ? ചട്ടി വെക്കുക, എണ്ണ ഒഴിക്കുക, ഇഞ്ചി വെളുത്തുള്ളി വെല്ലുള്ളിയൊക്കെ വാടിയതിന് ശേഷം നമ്മൾ തണുപ്പ് വിടാൻ വെച്ച പച്ചക്കറി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. ഇളക്കണത് ഞാനാണെങ്കിലും ഇതിൻ്റെ പിന്നിലുള്ള ഷെഫ് വേറെയാണ് കേട്ടോ. ഞാൻ മുന്നേ ഒരു നെയ്ച്ചോറിൻ്റെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതിനായിട്ട് ഇറക്കുമതി ചെയ്യുന്ന ഷെഫാണ്. സ്പെഷ്യൽ ഡിഷിന് മാത്രം വരുന്ന ആൾ. ഇനി നമുക്ക് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ചാടും ഒന്നായിട്ട് മറിയണേ. അങ്ങനെ മറി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും മറിയില്ലത്. അതാണ് നമ്മളെ ഷെഫിൻ്റെ കഴിവ്. ആഗസ്റ്റ് 15 ഒരു ടച്ച് ഉണ്ടല്ലേ, ഓറഞ്ചും വെള്ളയും പച്ചക്കായിട്ട്. ഇനി നമുക്ക് എന്താ ചിക്കൻ ഇട്ട് കൊടുക്കാം, മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് അങ്ങോട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ആയില്ല ആഡംബരം വേണ്ടേ? കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ സോയാ സോസും. ഇനി ഇങ്ങോട്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക. അപ്പുറത്തേക്കും അറിയാതെ നോക്കണം കേട്ടോ, ചോറല്ലേ. നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ആ ചിക്കനും മുട്ടയ്ക്ക് എല്ലായിടത്തേക്കും അങ്ങോട്ട് എത്തട്ടെ. അങ്ങനെ ടേസ്റ്റി എമ്മി ഫ്രൈഡ് റൈസ് റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.